മൾട്ടിബാഗർ ഷെയറുകളിൽ ഇടം നേടിയ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് തന്റെ കമ്പനിയുടെ ആദ്യത്തെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നു. വരാനിരിക്കുന്ന ഓഹരി വിഭജനം 1:5 എന്ന അനുപാതത്തിൽ പ്രഖ്യാപിച്ചു. ഇത് റീറ്റെയിൽ നിക്ഷേപകരുടെ പങ്കെടുക്കലും ഓഹരികളുടെ ലിക്വിഡിറ്റിയും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്റ്റോക്ക് 3500% എന്ന ശക്തമായ മൾട്ടിബാഗർ റിട്ടേൺ നൽകി. സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 1999 സ്ഥാപിതമായ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇരുമ്പ്, ഉരുക്ക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സമ്പൂർണ്ണ സംയോജിത സ്റ്റീൽ കമ്പനികളിൽ ഒന്നാണ് ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇത് പ്രത്യേക ഗ്രേഡ് ഫെറോ അലോയ്കളിലും ഡക്ടൈൽ അയൺ പൈപ്പുകളിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. പശ്ചിമ ബംഗാളിലും ഛത്തീസ്ഗഡിലും വ്യാപിച്ചുകിടക്കുന്ന 4 സംയോജിത സ്റ്റീൽ ഉൽപ്പാദന സൗകര്യങ്ങളുള്ള കമ്പനി കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്റ്റീൽ നിർമ്മാതാക്കളിൽ ഒന്നാണ്. സ്പോഞ്ച് അയൺ, പിഗ് അയൺ, സ്റ്റീൽ ബില്ലറ്റുകൾ, TMD ബാറുകൾ, സിൻഡർ, കോക്ക്, പവർ എന്നിവ ഉൾപ്പെടുന്ന കമ്പനിയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്ന നിരയുടെ ഭാഗമാണ് DL പൈപ്പുകൾ, സ്പെഷ്യൽ ഗ്രേഡ് ഫെറോ അലോയ്സ് തുടങ്ങിയ പ്രത്യേക ഉൽപ്പന്നങ്ങൾ. ഇത് ലോകമെമ്പാടുമുള്ള പ്രധാന രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. കൂടാതെ സ്പെഷ്യൽ ഗ്രേഡ് ഫെറോ അലോയ്കളുടെ ഇന്ത്യയിലെ മുൻനിര നിർമ്മാതാക്കളിൽ ഒന്നാണ്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 64.84%, FIM 3%, പബ്ലിക് 32.05%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 879, ഏണിംഗ് പെർ ഷെയർ 55.8, റേഷ്യോസ് 58.47. ടെക്നിക്കൽ ലെവൽസ്. ഓൾ ടൈം ഹൈ 1314, 52 വീക്സ് ഹൈ 1314, ലാസ്റ്റ് വീക്സ് ഹൈ 934. സ്റ്റോക്ക് പ്രകടനം. സ്റ്റോക്ക് അസാധാരണമായ റിട്ടേണുകൾ നൽകി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏകദേശം 3500% വർദ്ധിച്ചു. അതിന്റെ മൾട്ടിബാഗർ നില പ്രതിഫലിപ്പിക്കുന്നു. 2024 ഡിസംബർ വരെ മുൻ സെഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ 0.21% ഇടിവോടെ സ്റ്റോക്ക് 897.60 ക്ലോസ് ചെയ്തു. ഒരു ദശാബ്ദത്തിൽ 6050% എന്ന ദീർഘകാല വിലമതിപ്പ് പ്രകടമാക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 3 മാസങ്ങളിൽ ഇത് 22% ഇടിവ് രേഖപ്പെടുത്തി. സമീപകാല ട്രേഡിംഗ് സെഷനുകൾ അസ്ഥിരത പ്രകടമാക്കി. വിലകൾ 895നും 937നും ഇടയിലാണ്. ഇത് നിക്ഷേപകരുടെ ശക്തമായ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ക്വാർട്ടർ ടു ഫലങ്ങളും വിപുലപ്പെടുത്തലും. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ക്വാർട്ടർ ടുവിൽ 153.16 കോടി അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ 201.55 കോടിയിൽ നിന്ന് 24% ഇടിവ് രേഖപ്പെടുത്തി. മാറ്റിവെച്ച നികുതി ക്രമീകരണങ്ങളാണ് ഈ ഇടിവിന് കാരണമെന്ന് കമ്പനി പറഞ്ഞു. ഇത് സ്ഥിരമായ പ്രവർത്തന പ്രകടനത്തിനിടയിലും അടിത്തട്ടിനെ ബാധിച്ചു. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം മുൻ സാമ്പത്തിക വർഷത്തെ ഇതേ പാദത്തിലെ 1546.63 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 1556.57 കോടി രൂപയിൽ സ്ഥിരത നിലനിർത്തി. ഈ സ്ഥിരത കമ്പനിയുടെ ശക്തമായ വിപണി സാന്നിധ്യത്തെയും അതിന്റെ വൈവിധ്യമാർന്ന സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയെയും പ്രതിഫലിപ്പിക്കുന്നു. കമ്പനി ദുർഗാപൂർ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഇത് വരുമാനത്തിൽ ഗണ്യമായ സംഭാവന തുടർന്നു. കമ്പനി എല്ലാ സ്ട്രീമുകളിലും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും നിലവിലുള്ള പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിനുമായി മൂലധന ചെലവിൽ 1000 കോടി നിക്ഷേപിക്കുന്നു. ദീർഘകാല വളർച്ചയ്ക്കും പ്രവർത്തനക്ഷമതയ്ക്കും വേണ്ടിയുള്ള അതിന്റെ പ്രതിബദ്ധത ഈ നീക്കം അടിവരയിടുന്നു. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ഓഹരി വില ചരിത്രം. BSE അനലിറ്റിക്സ് അനുസരിച്ച് ഡിസംബർ വരെ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്റ്റോക്ക് മൾട്ടിബാഗർ റിട്ടേണുകൾ നൽകി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇത് 1532% ഉയർന്നു. അതേസമയം 31.24% ഉയർന്ന സെൻസെക്സിനെ മറികടന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്റ്റോക്ക് 3665% ഉയർന്നു. അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 7% തിരുത്തലിന് സാക്ഷ്യം വഹിച്ച ഓഹരി കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 18% ഇടിഞ്ഞു. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ഓഹരി വില ലക്ഷ്യം.
ജയ് ബാലാജി ഇൻഡസ്ട്രീസ് സ്റ്റോക്ക് വില ഡെയിലി ചാർട്ടുകളിൽ ബുള്ളിഷ് ആണ്. ശക്തമായ സപ്പോർട്ട് 875 ആണ്. പ്രതിദിന ക്ലോസ് 937 മുകളിൽ. റെസിസ്റ്റൻസ് സമീപകാലത്ത് 1046 എന്ന ലക്ഷ്യത്തിലേക്ക് നയിച്ചേക്കാം. സ്റ്റോക്ക് സ്പ്ലിറ്റ്. കമ്പനിയുടെ ബോർഡ് 1:5 ഓഹരി വിഭജനത്തിന് അംഗീകാരം നൽകി. അവിടെ 10 രൂപ വിലയുള്ള ഓരോ ഇക്വിറ്റി ഷെയറും 2 രൂപ വിലയുള്ള 5 ഇക്വിറ്റി ഷെയറുകളായി വിഭജിക്കപ്പെടും. ഓഹരികളുടെ ലിക്വിഡിറ്റി മെച്ചപ്പെടുത്താനും ഓഹരികൾ കൂടുതൽ താങ്ങാനാവുന്നതാക്കി റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കാനും ഈ തീരുമാനം ലക്ഷ്യമിടുന്നു. റെക്കോർഡ് തീയതി മുതൽ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ സ്റ്റോക്ക് കൈവശം വച്ചിരിക്കുന്ന ഷെയർ ഹോൾഡർമാർ ഈ കോർപ്പറേറ്റ് നടപടിക്ക് യോഗ്യരായിരിക്കും. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ബോർഡ് റെക്കോർഡ് തീയതി 2025 ജനുവരി 17 ആയി നിശ്ചയിച്ചു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ദീർഘകാല നിക്ഷേപത്തിനുള്ള ശക്തമായ സ്റ്റോക്കാണ്. സ്ഥിരമായ വരുമാന പ്രകടനവും വരാനിരിക്കുന്ന ഓഹരി വിഭജനവും 1000 കോടി രൂപയുടെ വിപുലീകരണവും പോലുള്ള തന്ത്രപരമായ സംരംഭങ്ങളാൽ നയിക്കപ്പെടുന്നു. നികുതി ക്രമീകരണങ്ങൾ കാരണം ക്വാർട്ടർ ടു അറ്റാദായത്തിൽ 24% ഇടിവ് ഉണ്ടായിട്ടും കമ്പനിയുടെ പ്രതിരോധശേഷിയും മൾട്ടി ബാഗർ റിട്ടേണുകൾ നൽകുന്ന ചരിത്രവും വേറിട്ടു നിൽക്കുന്നു. 2025 ജനുവരിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് സ്പ്ലിറ്റ് ഓഹരികളെ കൂടുതൽ താങ്ങാനാവുന്നതും ട്രേഡിംഗ് അളവ് മെച്ചപ്പെടുത്തുന്നതും നിക്ഷേപകരുടെ വികാരം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you.